കൊല്ലം മണ്ഡലം താരത്തിളക്കമുള്ള ഒരു മണ്ഡലമായിട്ട് തന്നെ വിശേഷിപ്പിക്കപ്പെടുന്നു. ഹാട്രിക് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് NK പ്രേമചന്ദ്രൻ ഇത്തവണ അവിടെ നിന്ന് UDF സ്ഥാനാർത്ഥിയായിട്ട്. ഒപ്പം സിറ്റിംഗ് MLA ആയ മുകേഷിനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് കോട്ട പിടിക്കാൻ LDF കരുതുമ്പോൾ NDAയുടെ സ്ഥാനാർത്ഥി ഏറ്റവും അവസാന ഘട്ടത്തിലാണ് പ്രഖ്യാപിച്ചത്. G കൃഷ്ണകുമാറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയാവുന്നത്. കഴിഞ്ഞ തവണ 1.5 ലക്ഷത്തിനടുത്ത് ഏകദേശം 1.5 ലക്ഷത്തിനടുത്തുള്ള റെക്കോർഡ് ഭൂരിപക്ഷമാണ് NK പ്രേമചന്ദ്രൻ നേടിയത്. അത് തന്നെ ഈ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്തിന്റെ നിയമസഭാ മണ്ഡലങ്ങളെല്ലാം തന്നെ ഒരു ഇടത് ചായ്വ് പ്രകടമാക്കുന്ന ആ മണ്ഡലങ്ങളിൽ പോലും പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ കൊല്ലം അടക്കമുള്ള കുണ്ടറയും കൊല്ലം അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ 20,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം NK പ്രേമചന്ദ്രൻ നേടിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് പരിപൂർണമായിട്ടും ചുവന്ന് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം പോയി. കുണ്ടറ മാത്രമാണ് UDFന് കിട്ടിയത്. അങ്ങനെ പക്ഷേ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു ഒരു പ്രതിച്ഛായ NK പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ താരത്തിളക്കമുള്ള ഒരു നേതാവെന്ന രീതിയിൽ മുകേഷിനെ LDF രംഗത്തിറക്കിയിരിക്കുന്നത്. സിറ്റിംഗ് MLA ആയിട്ട് പോലും അതോടൊപ്പം തന്നെ അങ്ങനെ തന്നെയുള്ള താരത്തിളക്കമുള്ള മറ്റൊരു നേതാവാണ് NDAയുടെ സ്ഥാനാർത്ഥിയും VV അരുണിലേക്ക്. അരുൺ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിനൊപ്പം നിൽക്കുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ തവണത്തെ പൾസുകളൊക്കെ നോക്കുമ്പോൾ UDFനൊപ്പം നിൽക്കുക, അങ്ങനെ ആർക്കൊപ്പം ഏതെല്ലാം മണ്ഡലങ്ങൾ എന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അപ്പോഴും NK പ്രേമചന്ദ്രൻ ഒരു ഹാട്രിക്കിലേക്ക് കടക്കാനുള്ള ആ ഒരു ആത്മവിശ്വാസം വ്യക്തമായി പ്രകടമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും ഇടത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള വെല്ലുവിളികൾ BJPക്ക് വോട്ട് ഉയർത്താൻ കഴിയുമോ എന്നുള്ളൊരു ചിന്ത എങ്ങനെ കണക്കാക്കണം? ആ മൂന്ന് മുന്നണികളുടെയും ഒരു പ്രതീക്ഷയുടെ നില ഇപ്പോൾ. അപർണ, കൊല്ലത്ത് UDF സ്ഥാനാർത്ഥിന് അപ്പുറത്തേക്ക് NK പ്രേമചന്ദ്രൻ എന്ന നേതാവ് അവിടുത്തെ സിറ്റിംഗ് MP, അദ്ദേഹം നേരത്തെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകത ഉണ്ടാക്കുന്നത്. കാരണം പ്രേമേന്ദ്രന് വേണ്ടിയാണ് അവിടെ പ്രധാനമായി പ്രേമേന്ദ്രൻ്റെ മുന്നിൽ തന്നെയാണ് വോട്ട് കോൺഗ്രസ് UDF തേടുന്നത്. കാരണം പ്രേമചന്ദ്രൻ കഴിഞ്ഞ തവണ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, 2 ടൈം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രകടനം, അദ്ദേഹം നിരന്തരം പാർലമെൻറ്റ് ഇടപെടുന്ന ദേശീയ ശ്രദ്ധയിലുള്ള ഒരു MP എന്ന അദ്ദേഹത്തിൻ്റെ പേര്, അതൊക്കെ തന്നെയാണ് അവിടെ UDFന് അനുകൂല ഘടകം. മാത്രമല്ല പ്രേമചന്ദ്രൻ ഇടതുമുന്നണി ദീർഘകാലം പ്രവർത്തിച്ചയാളാണ്. അവിടെയുള്ള വ്യക്തിബന്ധങ്ങൾ, അവിടെയുള്ള രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ അദ്ദേഹം തുണയാകുവാൻ പ്രതീക്ഷിക്കപ്പെടുന്നു. ലോക്സഭാ മണ്ഡലത്തിൽ ലോക്സഭയുടെ കാര്യം വരുമ്പോൾ പ്രേമചന്ദ്രനൊപ്പവും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്ക് CPMനും ഒപ്പം എന്ന ഒരു സ്ഥിതിയാണ് അപർണ സൂചിപ്പിച്ച പോലെ കൊല്ലത്തിന് പൊതുവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിന് പ്രേമചന്ദ്രൻ ഈ ഘട്ടത്തിലും മുന്നേറുന്നത്. അദ്ദേഹം ഹാട്രിക് വിജയം അദ്ദേഹം പ്രതീക്ഷിക്കുന്നു, ഉറപ്പിക്കുന്നു. പക്ഷേ ഇടതു കേന്ദ്രങ്ങൾ ഇത്തവണ പ്രേമചന്ദ്രനെ കഴിഞ്ഞ തവണയും അദ്ദേഹം ജയിക്കാൻ കാരണം BJP അദ്ദേഹത്തിന് വോട്ട് മറച്ചതെന്ന ആരോപണമാണ്. RSSന്റെ ആളാണ് പ്രേമചന്ദ്രൻ എന്ന വിമർശനം നേരത്തെ തന്നെ ഇടതു കേന്ദ്രങ്ങൾ CPM കേന്ദ്രങ്ങൾ ഉന്നയിച്ചതാണ്. ഇപ്പോൾ അവർക്ക് ആ ആരോപണത്തിന് ഒരു ഘടകം കൂടി അവർക്കുണ്ട്, ഒരു കാര്യം കൂടി അവർക്ക് ലഭിച്ചത് കഴിഞ്ഞ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ, പാർലമെന്റിൽ നടന്ന ആ വിരുന്നിൽ പങ്കെടുത്ത ആൾ കൂടിയാണ് പ്രേമചന്ദ്രൻ. അതുകൊണ്ടുകൂടി BJPയുടെ ഏജന്റ് ആണ് പ്രേമചന്ദ്രൻ എന്ന ആ വാദം ഇടതു കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുന്നു. അത് അനുകൂലമാക്കി മാറ്റാനുള്ള തന്ത്രങ്ങളാണ് പ്രേമചന്ദ്രനും UDFും സ്വീകരിച്ചത്. സ്വാഭാവികമായും ഹൈന്ദവ വോട്ടുകൾ വലിയ രീതിയിൽ സ്വാധീനിക്കാനുള്ള ആളാണ്. അത് കുറച്ചുകൂടി പ്രധാനമന്ത്രിയുടെ ആളെന്ന് പറയുമ്പോൾ സ്വാഭാവിക BJPയിൽ നിന്നുകൂടി ചെറിയ വോട്ട് വിഹിതം ഇത്തവണയും UDF പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അങ്ങനെ ഇത്തവണ കൊല്ലം വിട്ടുകൊടുക്കാനാകില്ല. അവിടെ BJPക്ക് അടിസ്ഥാന വോട്ടുകളുണ്ട്. അത് BJPയിലേക്ക് തന്നെ വരണം എന്നൊരു വാശിയോടു കൂടിയാണ് ഒരു സിനിമാ താരത്തെ, തിരുവനന്തപുരം മണ്ഡലത്തിൽ നേരത്തെ മത്സരിച്ച കൃഷ്ണകുമാറിനെ BJP അവിടെ കളത്തിലിറക്കുന്നത്. BJPയുടെ വോട്ടുകൾ സമാഹരിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല പ്രകടനം BJP ഇവിടെ പ്രതീക്ഷിക്കുന്നു. അപ്പോഴും നേരിയ മുൻതൂക്കമെങ്കിലും UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനാണ്. പക്ഷേ മുകേഷ് കൊല്ലത്ത് 2 തവണ MLA ആളാണ്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്, ജാതിമത സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് അറിയാവുന്നയാളാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളയാളാണ് മുകേഷ്. ആ താര സാന്നിധ്യം, ആ താരപ്രഭാവം കൂടി ഉപയോഗിച്ചുകൊണ്ട് കൊല്ലം തങ്ങളുടെ വലിയ തട്ടകമാണ്. CPMന് ഒരുപക്ഷെ കണ്ണൂർ എന്നൊക്കെ പറയാവുന്ന പോലെ തന്നെ അടിസ്ഥാനപരമായി CPM ഏറ്റവും ശക്തിയേറിയ ജില്ലകളിലൊന്നാണ് കൊല്ലം. അവിടെ ഇങ്ങനെ തുടർച്ചയായി UDF സ്ഥാനാർത്ഥി വിജയിച്ചു പോകുന്നതും തങ്ങൾക്കൊപ്പം നേരത്തെ നിന്ന ആൾ വിജയിച്ചു പോകുന്നത് CPMന് അങ്ങനെ സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കൊല്ലം ഏത് വിധേനം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് മുകേഷിൻ്റെ താരപ്രഭ കൂടി
CPM ഉപയോഗിക്കുന്നത്. അത്തരം ഒരു പരീക്ഷണം കൂടി CPM നടത്തുന്നത്. പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് പുറത്തുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന ഒരാൾ നിലയിൽ കൂടിയാണ് M മുകേഷിനെ CPM അവിടെ അവതരിപ്പിക്കുന്നത്. ഏതായാലും അവിടെയും ശക്തമായ പോരാട്ടം ഉണ്ട് എന്നുള്ള വസ്തുതയാണ്. നിരവധി വിഷയങ്ങൾ, കശുവണ്ടി മേഖലയിലെ വിഷയങ്ങളടക്കം നിരവധി വിഷയങ്ങളുള്ള സ്ഥലം കൂടിയാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ ജനങ്ങളെ പരമാവധി ഒപ്പം നിർത്തി വിജയിക്കാനുള്ള നീക്കങ്ങളാണ് മൂന്ന് മുന്നണികളും നടത്തുന്നത്. ഇടത് അവിടെ ഒരുപക്ഷെ ഈ ത്രികോണ മത്സരം എന്നൊരു സാധ്യത അവിടെ ഉണ്ടാകില്ല. അവിടെ നേരിട്ടുള്ള പോരാട്ടമാകും M മുകേഷും NK പ്രേമചന്ദ്രനും തമ്മിൽ, LDFും UDFും തമ്മിൽ. റൈറ്റ്. കൊല്ലത്ത് നിന്നുള്ള ചിത്രം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ UDFിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ NDയെ സംബന്ധിച്ചിടത്തോളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുന്നു. ആ താരത്തിളക്കമുള്ള ഒരു മണ്ഡലം തന്നെയായി കൊല്ലം നിലനിൽക്കുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും ജനവിധി എന്നുള്ളതും ഉറ്റുനോക്കുന്ന സാഹചര്യം. വീണ്ടും